സ്കൂട്ടർ തട്ടിപ്പിൽ മുഖ്യപ്രതിയാകും ആനന്ദകുമാർ എന്നുള്ള വാർത്ത നേരത്തെ ബിനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ കാര്യം ഉറപ്പായതോടെ സായ് ഗ്രാമൻ ഡയറക്ടർ ആനന്ദകുമാറിനെ കാണാനില്ല എന്നുള്ള വാർത്ത കൂടി വരികയാണ്. മാതൃഭൂമി ന്യൂസ് സംഘം അവിടെ എത്തിയപ്പോൾ വീട് പൂട്ടിയിട്ട നിലയിൽ കാണപ്പെടുന്നു. ഗോകുൽനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തെ ഞെട്ടിച്ച പകുതി വിലയ്ക്ക് സ്കൂട്ടർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ സായിഗ്രാം ഗ്ലോബൽ ചെയർമാൻ ആനന്ദ് കുമാർ ആണെന്ന നിഗമനത്തിലാണ് പോലീസ്. നിലവിൽ പിടിയിലായിട്ടുള്ള ഈ ആനന്ദ് കുമാറിന്റെ ബിനാമിയാണെന്നുള്ള സംശയവും പോലീസിനുണ്ട്. അത്തരത്തിൽ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാസ്തമംഗലത്തെ ആൽത്താർ ജംഗ്ഷനിലുള്ള ആനന്ദ് കുമാറിന്റെ വീടിനാണ്. ഈ വീട് ഇപ്പോൾ പൂട്ടിയ നിലയിലാണുള്ളത്. നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഫെബ്രുവരിയിൽ ആനന്ദ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തെന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. NGO കോൺഫെഡറേഷൻ ചുമതലയിൽ നിന്ന് ആനന്ദ്കുമാർ ഒഴിഞ്ഞ സാഹചര്യവും പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. ഇതിനൊരു തട്ടിപ്പിന്റെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികളും ഇടപെടുകയാണ്. ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കൂടെ ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. എന്തായാലും പിടിയിലായ അനന്തു കൃഷ്ണൻ ആനന്ദ്കുമാറിന്റെ ബിനാമിയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. 8 മാസം കൊണ്ട് 4 അക്കൗണ്ടുകളിലേക്ക് എത്തിയത് 500 കോടിയിലധികം രൂപയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിനായി രൂപവൽക്കരിച്ച NGO കോൺഫെഡറേഷൻ സംഘടനാ ഭാരവാഹികൾക്കെതിരെയും അന്വേഷണം നടക്കുകയാണ്. അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷയും നിലവിൽ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഈ പകുതി വില തട്ടിപ്പിൽ അനന്തകൃഷ്ണൻ തന്നെ ആയുധമാക്കിയെന്നും വഞ്ചിച്ചുവെന്നും ആണ് KN ആനന്ദകുമാർ പറയുന്നത്. എന്തായാലും ഈ വാർത്തകളോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയാൻ വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ശാസ്തമംഗലത്തെ ആനന്ദ്കുമാറിന്റെ വീടിന് മുൻപിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ ആനന്ദ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് അറിയുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വീട് പൂട്ടിയിട്ടിരിക്കുക എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറഞ്ഞത്. നിലവിൽ പോലീസിന്റെ അന്വേഷണം സായിഗ്രാം ചെയർമാൻ ഗ്ലോബൽ ചെയർമാൻ ആനന്ദ്കുമാറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ഗോകുലാണ് ആ വിവരങ്ങൾ നൽകിയത്. പ്രതികരണം തേടിപ്പോയപ്പോൾ വീട് പൂട്ടിയ നിലയിലാണ്. ബിനിൽ കൂടിയുണ്ട്. ബിനിൽ, ഈ ആനന്ദകുമാർ കേസിൽ ഏത് തരത്തിലുള്ള പങ്കാളിത്തമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിലെ നിഗമനം. അക്കാര്യത്തിലൊരു വ്യക്തത വരുന്നുണ്ടോ? രതീഷ, ഇതിൽ വ്യക്തത വന്നു കഴിഞ്ഞു. പാതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഒക്കെ വിതരണം ചെയ്ത ഈ പദ്ധതിയൊക്കെ നടപ്പാക്കാൻ അനന്തു കൃഷ്ണനെ ചുമതലപ്പെടുത്തിയത് നാഷണൽ NGO കോൺഫെഡറേഷനാണ്. അതിൻ്റെ ബൈലോയിൽ തന്നെ ഇതിൻ്റെ മുഴുവൻ ചുമതലകളും അനന്തു കൃഷ്ണനിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ആ കോൺഫെഡറേഷൻ്റെ ചെയർമാനാണ് KN ആനന്ദകുമാർ. അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിൽ നിന്നൊന്നും തന്നെ ആനന്ദകുമാറിന് ഒഴിഞ്ഞു മാറാനാവില്ല എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആനന്ദകുമാർ അധ്യക്ഷനായിട്ടുള്ള ട്രസ്റ്റിലേക്ക് ഈ അനന്തു കൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 2 കോടി രൂപ പോയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാസാമാസം 10 ലക്ഷം രൂപ വീതം പോയിരിക്കുന്നു. അതുകൂടാതെ മറ്റൊരു 50 ലക്ഷവും പോയിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈയിൽ വരെ ഇരുവരും നല്ല ബന്ധത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. സ്കൂട്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുകയും കഴിഞ്ഞ ജൂലൈ മുതലാണ് ഈ അനന്തകുമാറും ഈ അനന്തു കൃഷ്ണനും തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മ വരുന്നത്. അതായത് അവർ തമ്മിൽ അകലുകയും ചെയ്യുന്നത് എന്നതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത്. അതുവരെ ഈ സ്കൂട്ടർ വിതരണം അടക്കം മുഴുവൻ കാര്യങ്ങളും ചെയ്തതിൽ ആനന്ദകുമാറിന്റെയും കൂടി അറിവുണ്ട് എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആനന്ദകുമാർ ഈ കേസിൽ മുഖ്യപ്രതിയായി വരുന്നത്. ആനന്ദകുമാറാണ് ഇതിന്റെ പ്രധാന മുഖ്യപ്രതിയാകുമെന്നുള്ള കാര്യം ഇത് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരമാണോ? ആനന്ദകുമാറിനെ ഈ കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം കാര്യം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗോകുല് അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട് അവിടെ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അക്ഷയ, താൻ ചെയ്ത തെറ്റുകൾ എന്താണ്, അല്ലെങ്കിൽ തൻ്റെ ഇൻവോൾവ്മെന്റ് എന്താണ് എന്നത് ഏറ്റവും നന്നായി അറിയുന്നത് ആനന്ദകുമാറിന് തന്നെയായിരിക്കും, മറ്റാരേക്കാളും. അതുകൊണ്ട് ആനന്ദകുമാർ ഈ കേസിൽ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായ ഘട്ടത്തിൽ വലിയ പ്രതിരോധങ്ങളൊക്കെ തീർത്തിരുന്നു. തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല, മുഴുവൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് അനന്തു കൃഷ്ണൻ ഒറ്റയ്ക്കാണ് എന്നതാണ് അദ്ദേഹം നമ്മളോടടക്കം പറഞ്ഞത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ കണ്ടെത്തലുകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. സ്വാഭാവികമായും അറസ്റ്റ് KN ആനന്ദകുമാർ ഭയക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീട് വിട്ട് മാറി നിൽക്കുന്നത്. ഇനി അദ്ദേഹത്തെ കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ അദ്ദേഹത്തെ ഫോണിൽ കിട്ടുകയും ചെയ്തിട്ടില്ല. എന്തായാലും KN ആനന്ദകുമാർ മാത്രമല്ല ഇതിൽ പ്രതിയായി വരാൻ പോകുന്നത്. ഈ NGO കോൺഫെഡറേഷന്റെ ഡയറക്ടർമാരായ 5 പേർ കൂടി പ്രതികളായി വരും. ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ റിപ്പോർട്ട് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിക്കുകയും ചെയ്യും. ഇതിനിടയിലാണ് ഈ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് പോകാൻ പോകുന്നത്. എന്തായാലും നാളെയോ മറ്റന്നാളോ ആ ഉത്തരവ് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ കേസുകളും ഒന്നിച്ച് ക്രൈംബ്രാഞ്ച് ആയിരിക്കും അന്വേഷിക്കുക. ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ഈ അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടന്റുമാരായ 3 പേരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അനന്തു
കൃഷ്ണൻ ഒപ്പം ഇരുത്തിയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. കാരണം ഈ സാമ്പത്തിക ഇടപാടുകൾ ഏതൊക്കെ വഴിക്ക് പോയിട്ടുണ്ട്, ആർക്കൊക്കെയാണ് നൽകിയിരിക്കുന്നത്, രാഷ്ട്രീയ നേതാക്കൾക്ക് പോയ പണം എങ്ങനെ, അതിൻ്റെയൊക്കെ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ആ പോലീസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റിയുടെ ഭാരവാഹികളെ കൂടി അനന്തകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിനിടയിലേക്ക് ആ പോലീസ് വിളിച്ചു വരുത്തി. ഇവരെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി കൂടുതൽ വിശദീകരണങ്ങൾ പോലീസ് തേടുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലെത്തിച്ച് അനന്തകൃഷ്ണനെ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ ലാലി വിൻസെന്റ് വെളിപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. പോലീസിനെ കാണാനും മറ്റും അനന്തുവിനെ സഹായിച്ചത് ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാം സഹായിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരികയാണ്. ആ തരത്തിൽ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഇതാ പുറത്തേക്ക് വരുന്നു ഇതുമായി ബന്ധപ്പെട്ടല്ലേ? ലാലി വിൻസെന്റ് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലാലി വിൻസെന്റ് ഈ അനന്തകൃഷ്ണനുമായി ഏറ്റവും അടുപ്പമുള്ളയാളായിരുന്നു. ലീഗൽ അഡ്വൈസർ എന്നാണ് ലാലി വിൻസെന്റ് വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ അറസ്റ്റിന് ശേഷം നമ്മൾ ഈ ലാലി വിൻസെന്റിനെ കാണുമ്പോൾ അവർ പറയുന്നത് ഇതിൽ പെട്ടുപോയ ഒരാളാണ് അനന്തകൃഷ്ണൻ, മറ്റു വലിയ ബിഗ് ഷോട്ട്സ് പുറത്തു നിൽക്കുന്നു എന്നതാണ് ലാലി വിൻസെന്റിന്റെ പരാതി. അതായത് യഥാർത്ഥത്തിൽ അനന്തകൃഷ്ണനെ പറ്റിച്ച് വലിയ ആൾക്കാർ വേറെയുണ്ട്, അവരിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്നതാണ് അവരുടെ നിലപാട്. ഈ കേസുമായി ബന്ധപ്പെട്ട അനന്തകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ലാലി വിൻസെന്റും എത്തിയിരുന്നു. ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ പണമായി കിട്ടിയിട്ടുണ്ട്. അത് ലീഗൽ അഡ്വൈസിനുള്ള പ്രതിഫലം എന്നതാണ് ഇപ്പോൾ ലാലി വിൻസെന്റ് പറയുന്നത്. ചില കേസുകളിൽ ഹാജരായിട്ടുണ്ട്, ചില ഡീഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, അപ്പോൾ നൽകിയ പണം എന്നതാണ് ലാലി വിൻസെന്റിന്റെ വിശദീകരണം. പക്ഷേ ഹൈക്കോടതിയിൽ ആ മുൻകൂർ ജാമ്യ ഹർജി അടുത്ത ദിവസം പരിഗണനയ്ക്ക് വരുമ്പോൾ ലാലി വിൻസെന്റിന് കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടി വരും. കണ്ണൂർ കേസിൽ പ്രതി കൂടിയാണ്, കോൺഗ്രസ് നേതാവ് കൂടിയായ ലാലി വിൻസെന്റ്. എന്തായാലും ഇതിൽ ഈ 1, 2, 3 പ്രതികൾ, 1, 2, 3 ആളുകളിലൊന്നും ഇത് ഒതുങ്ങി നിൽക്കില്ല. ഇത് ഒരു നിമിഷം